അങ്ങനെ ഒരുപാട് പിച്ച് ഡെക്ക് ലോങ് ലൈൻ വീഡിയോസ് പിച്ച് ഡെക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നമ്മൾ സ്റ്റോറി ടെല്ലിംഗ് അഡ്വർടൈസ്മെന്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അതിപ്പോൾ കേരളത്തിൽ നമ്മളാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. കടയിൽ ഉണ്ടാക്കുന്നത് തരസം തന്നെയാണ് ചെയ്യുന്നത്, സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. അത് ഉണ്ടാക്കിയിട്ട് വോക്കിനും വിളിക്കാനാണ് ചെയ്യുന്നത്. അതിൻ്റെ അകത്തോട്ട് ബ്രാൻഡിനെ ബ്ലെൻഡ് ഔട്ട് ചെയ്യും. അതിനൊക്കെ വെച്ച് നമുക്കെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞു. അപ്പം ഈ മാർവലിന്റെ ബേസിൽ മാത്രമല്ല, നമുക്കെങ്കിൽ പിന്നെ DC കൂടെ അയൽക്കാരാക്കി അങ്ങനെ ഒന്ന് മിക്സപ്പ് ചെയ്യാന്നുള്ളൊരു തോട്ടിലാണ് വന്നത്. അപ്പൊ അതിൽ വേറെ യൂണിവേഴ്സ് ആക്കി അങ്ങനെ കൊണ്ടുവന്ന അത് പറക്കി തളികെ അതില് അകത്തുള്ള ഇതുണ്ടല്ലോ നമ്മളെ മറ്റേ ഹെൽസ്റ്റേഷൻ, ഇവർ രണ്ടുപേരുടെയും ആ ഒരു കോംബോ ആണ് നമ്മൾ ഇതിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇരുന്നത്. അത് വർക്ക് ലാഗ് ആയപ്പോഴാണ് കല്യാണ രാമൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് പോയത്. ഞങ്ങൾ 4 പേര് ഒരുമിച്ച് ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. ഞങ്ങൾ ഫസ്റ്റ് ടൈം ഇന്നലെ നമുക്ക് കൂടുതൽ കറക്ഷൻസ് ചെയ്യാൻ പറ്റും. എയിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? കറന്റ്ലി വന്നിട്ടില്ല. പക്ഷേ അപ്ഡേറ്റ് ആവും. ചെയ്യുമ്പോൾ എക്സ്പെൻസീവ്, അപ്പൊ അതിനനുസരിച്ചുള്ള ഔട്ടും ഡിഫറെന്റ് ആയിരിക്കില്ലേ? ഇപ്പൊ കറന്റ്ലി VFX ആണ് ബെറ്റർ ഔട്ട് വരുമ്പോ. അതാണ് ഏത് ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞത്. നമ്മൾ ആ ടൈമിൽ കൊടുത്തത് ബാക്കി ഇരിക്കുന്ന 2 പേര് കഴിക്കുന്നതാണ് കൊടുത്തത്. പക്ഷെ വന്നപ്പോ അതങ്ങ് കയറി പോയായിരുന്നു. അല്ല, അത് മോശമാണല്ലോ 2 പേരും ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാന്ന് പറയുന്നത്. 5 വയസ്സുള്ളപ്പോ നടന്ന കാര്യമാണ്. അപ്പൊ അത് നമ്മൾ എടുത്തപ്പോ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒരു കുട്ടിയായി കയ്യിലിരിക്കുന്നതിൽ ഏറ്റവും ക്യൂട്ടസ്റ്റ് വേർഷൻ ഏതാന്ന് വെച്ചാൽ ഞാൻ ഇന്നസെന്റ് ചിരിയൊക്കെ അത് പെർഫെക്റ്റ്ലി അത് ബ്ലെൻഡ് ആയി വന്നു ആ സമയത്ത്. ഒരു കുട്ടിയുടെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുമ്പോൾ അവർ അച്ഛൻ വരുന്ന സാധനം, അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് കുറച്ച് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സാധനമാണ്. ഈ ഒരു പോസിറ്റീവ് വശമുണ്ട്. അത് അപ്പൊ നമ്മള് ബാറ്റ് എന്ന് പറഞ്ഞിടത്താ കിട്ടില്ല. അപ്പൊ ബയോളജിക്കൽ നെയിം എന്താന്ന് തപ്പിക്കൊണ്ടി വരും. അപ്പൊ നമ്മൾ റിസർച്ച് ചെയ്യണം. ഞാൻ 2D ആർട്ടിസ്റ്റ് ആയിരുന്നു. 2Dയിലൊക്കെ ആണെങ്കിൽ നമ്മള് വരച്ച് ആണ് ഇത് ചെയ്യുന്നത്. ഇപ്പം എയിലിപ്പം നമുക്ക് പ്രോംപ്റ്റ് കൊടുത്ത് അത് സിമ്പിളായിട്ട് കിട്ടും. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വേണ്ടി ഷോർട്ട് ടൈമിൽ ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റുള്ള സാധനം കൊടുത്തു കഴിഞ്ഞാൽ അവർക്കായിരിക്കും ഇവിടെ മുൻഗണന. അല്ല, അപ്പൊ നമ്മള് നമ്മുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത്. അപ്പൊ രുദ്ര എയിനെക്കാട്ടിലും സ്പീഡില് കണ്ടന്റ് എഴുതുന്ന ആളാണ്. കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു കാര്യം വരും. എല്ലാ ആക്ടേഴ്സും ഈ കാണുന്ന എല്ലാ ആൾക്കാരും ഈ ഓൺലൈൻ ഈ പ്ലാറ്റ്ഫോംസ് ഒക്കെ സ്റ്റോപ്പ് ആവും. അതിനുശേഷം ഓഫ്ലൈൻ ആവും, ഓഫ്ലൈൻ റേസ് ആവും. നമ്മുടെ മനസ്സിൽ കാണുന്ന കോൺസെപ്റ്റുകളെല്ലാം ഇപ്പൊ നമുക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ എയുടെ ഒരു സഹായത്തോടെ നമ്മളെല്ലാവരും ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഭയങ്കര വൈറലും ആവുന്നുണ്ട്. പല 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 വീഡിയോസുകൾ നമ്മളത് കണ്ട് ഭയങ്കരമായിട്ട് ഇപ്പോൾ നമ്മൾ വിചാരിക്കും, ഇപ്പൊ നമ്മളൊരു ഇന്റർവ്യൂ കണ്ടു, അപ്പൊ അതിൽ പറയുന്ന ചില സാധനങ്ങൾ അത് നമ്മൾ എയിലൂടെ ഒരു വീഡിയോ ആയിട്ട് കാണുകയാണ്. അപ്പൊ അങ്ങനെ കാണുന്നത് നമ്മൾ ഭയങ്കര സന്തോഷമായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അത് വൈറലാവുന്നുണ്ട്. അങ്ങനെ വൈറലാവുന്നതിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു പേജാണ് കനവ് കഥ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു പേജായിരിക്കും. ഇപ്പൊ നമ്മൾ ആ കനവ് കഥയുടെ പിന്നിലുള്ള 4 തലകളെ കാണാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് അവരെ പരിചയപ്പെടാം, അവരിലേക്ക് പോവാം. ഹായ്. ഹലോ. അപ്പോൾ നിങ്ങളെ എല്ലാവർക്കും നിങ്ങളുടെ പേജ് വളരെ സുപരിചിതമാണ്. കനവ് കഥ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങളാണ് അതിന് പിന്നിലുള്ളതെന്ന് ചിലർക്കൊന്നും അറിയില്ലായിരിക്കും. അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഓക്കെ, ഞാൻ രുദ്ര, കനവതയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്. കോണ്ടന്റ് പാർട്ട് കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ്. വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആണ്. ഓക്കെ, നൈസ്. അതെ, ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ട് പല റീൽസിലും. എന്റെ പേര് അഖിൽ, കനവതയുടെ ഫൗണ്ടർ ആണ്, ആർട്ടിസ്റ്റുടെയാണ്. 2023 നമ്മൾ കനവത സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഓരോ ആൾക്കാരെയും പരിചയപ്പെട്ടതും നമ്മുടെ ടീമപ്പ് ആയത്. എൻ്റെ പേര് സുഫാൻ എന്നാണ്. ഞാൻ പെയിന്റിംഗ് ആർട്ടിസ്റ്റ് ആണ്. പിന്നെ ഒരു 8 മന്ത്സോളം എനെ കുറിച്ച് റിസർച്ചിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ആർട്ടിസ്റ്റ് ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യാം. എൻ്റെ ഒരു ശ്രീജിത്ത്, ഞാൻ 2D ആർട്ടിസ്റ്റ് ആണ്, പിന്നെ ഗ്രാഫിക് ഡിസൈനറാണ്. ഇപ്പൊ കനവതയുടെ ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ 4 പേരാണ് ഇതിന്റെ പിന്നിലുള്ള ഇത്രയും അതിശയകരമായ കോൺസെപ്റ്റുകളുടെ തലച്ചോറായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു അതായത് ഇപ്പൊ ഇങ്ങനെയൊരു കനവ് കഥ എന്ന് പറയുന്ന ഒരു പേജ്, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ നമ്മളെയൊക്കെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കഴിയുന്ന കുറെ പ്രോജക്റ്റുകൾ, അതിന്റെയൊക്കെ പിന്നിലുള്ള തുടക്കം എങ്ങനെയായിരുന്നു? നിങ്ങൾ എങ്ങനെയാണ് ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? കനവത സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ മുമ്പ് വർക്ക് ചെയ്തൊരു ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയില്ല, ഒരു പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ഫിലിം പ്രൊഡക്ഷൻ കമ്പനി ആയിരുന്നു. അപ്പൊ അവിടുത്തെ സ്റ്റോറി കേൾക്കാൻ പോകുന്നത് ഞാനായിരുന്നു. ഏകദേശം 100 കഥയ്ക്ക് പുറത്തേക്ക് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവർക്കൊന്നും പിച്ച് ചെയ്യാനുള്ള ഒരു എക്യുപ്മെന്റ് ഇല്ല. അതായത് സ്റ്റോറി ഇപ്പൊ പ്രൊഡക്ഷൻ സൈഡിലോട്ട് പിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാണിക്കാൻ വേണ്ടിയിട്ടോ ഡിജിറ്റലി കാണിക്കാൻ അങ്ങനെ ഒരു സോഴ്സ് ഇല്ല. അപ്പൊ അത് ഏനോട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നൊരു ആശയത്തിലാണ് കനവത സ്റ്റാർട്ട് ചെയ്തത്.
അങ്ങനെ ഒരുപാട് പിച്ച് ഡെക്ക്, ലോങ് ലൈൻ വീഡിയോസ് പിച്ച് ഡെക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നമ്മൾ സ്റ്റോറി ടെല്ലിംഗ് അഡ്വർടൈസ്മെന്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അതിപ്പോ കേരളത്തിൽ നമ്മളാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു 25 അഡ്വർടൈസ്മെന്റ് പുറത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് കണ്ടിട്ടാണ് നമുക്ക് മൂവിയുടെ ആദ്യം അഡ്വർടൈസ്മെന്റ് ആയിരുന്നു ചെയ്തു തുടങ്ങിയത്. നമ്മൾ പ്രൈമറി ചെയ്തോണ്ടെന്ന് വെച്ചാൽ സ്റ്റോറി ടെല്ലിംഗ് ആണ്, കംപ്ലീറ്റ്ലി മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്റ്റോറി അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം അങ്ങനെയുള്ള ഒരു പാത്വേയിൽ തന്നെ നമ്മൾ അഡ്വർടൈസ്മെന്റ് ഫീൽഡിലേക്ക് കയറുക. അഡ്വർടൈസ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരുപാട് കമ്പനീസ് കാണുമായിരിക്കുമല്ലോ. മെയിൻ ആയിട്ട് ഇപ്പൊ പറയാനാണെങ്കിൽ ഫസ്റ്റ് വർക്ക് എന്നത് കീർത്തി നമ്മൾ റൈസ് ആയിരുന്നു. ഓക്കെ, അവരാണ് ആദ്യമായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് എയിനെ കൊണ്ട് അഡ്വർടൈസ്മെന്റ് ചെയ്യിക്കാന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നവരാണ്. പിന്നെ KK ഫുഡ്സ്, ലുല്ലു, ഇവരൊക്കെ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ വോക്സ് കണ്ടിട്ട് എൻക്വയറി ചെയ്ത് വരുന്നത്. നമ്മൾ അങ്ങോട്ടൊന്നും ഇതുവരെ പിച്ച് ചെയ്തിട്ടില്ല, ഒരു ക്ലൈന്റിനെ പിച്ച് ചെയ്തിട്ടില്ല കറന്റ്. ഇതെല്ലാം നമ്മൾ ചെയ്ത അഡ്വർടൈസ്മെന്റ് ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. അതായത് ഡയറക്റ്റ് അഡ്വർടൈസ്മെന്റ് പകരം ഈ 1.5 മിനിറ്റ് റീലിനുള്ളിൽ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യും. ഒരു കഥ ഉണ്ടാക്കിയിട്ട് കഥയൊക്കെ ഉണ്ടാക്കുന്നത് താരസുൻ തന്നെയാണ് ചെയ്യുന്നത്, സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. അത് ഉണ്ടാക്കിയിട്ട് വോക്കിനും പുള്ളിക്കാരാണ് ചെയ്യുന്നത്. അതിന്റെ അകത്തോട്ട് ബ്രാൻഡിനെ ബ്ലെൻഡ് ഔട്ട് ചെയ്യും. ഒരു ലാസ്റ്റ് ഫൈനൽ പോർഷനിൽ ബ്ലെൻഡ് ഔട്ട് ചെയ്തിട്ടാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പൊ ആൾക്കാരെ പിടിച്ചിരുത്തി അത് കാണാനുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ആയിരുന്നു എന്നുള്ള നമുക്ക് ലാസ്റ്റ് മനസ്സിലാവും. അതെ, അങ്ങനെ മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു പരസ്യമാണ് ഇപ്പൊ ഞാൻ ഈ അടുത്ത് കണ്ടത്. ഹൾക്ക്, മാർവൽസ് ഒക്കെ വന്നിട്ടുള്ള ഒരു പരസ്യം. അത് കൂടുതലും അങ്ങനെ ഒരു ചിന്ത വരണം. എങ്ങനെ കൂടുതൽ ഇംഗ്ലീഷ് അല്ലല്ല, ഞാൻ ശരിക്കും പറഞ്ഞ സിനിമ കാണുന്ന ഭയങ്കര കുറവുള്ള ആളാണ്. നമ്മൾ ഓൾറെഡി ഹ്യൂമൻ ബേസ് ചെയ്യുള്ള നമ്മളെ കേരള കോൺസെപ്റ്റ് തന്നെ വർക്ക്ഔട്ട് ചെയ്യും. അപ്പം കംപ്ലീറ്റ് അത് തന്നെ ചെയ്ത് വരുമ്പോഴത്തേന് ഞാനും പേഴ്സണലി ബ്രോ കുറെ നാളായില്ല നമ്മൾ ഇത് തന്നെ ചെയ്യുന്നത്, എന്തെങ്കിലും മാറ്റി കൊടുക്കണം. അപ്പം അഖിൽ ഓൾറെഡി എന്തെങ്കിലും പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് ആ സമയത്താണ് നമ്മുടെ ഷാൻ എന്ന് നമുക്കൊരു വേറൊരു ടീം മെമ്പർ ഉണ്ട്, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഒരു കൺസെപ്റ്റ് ആയിട്ട് ഇങ്ങനെ വന്നു, ഹൾക്കിനൊക്കെ വെച്ച് നമുക്കെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞു. അപ്പം ഈ മാർവലിന്റെ ബേസിൽ മാത്രമല്ല, നമുക്കെങ്കിൽ പിന്നെ DC കൂടെ അയൽക്കാരാക്കി അങ്ങനെ ഒന്ന് മിക്സപ്പ് ചെയ്യാന്നുള്ളൊരു തോട്ടിലാണ് വന്നത്. അപ്പൊ അതിൽ വേറെ യൂണിവേഴ്സ് ആക്കി അങ്ങനെ കൊണ്ടുവന്ന അത് ജസ്റ്റ് ഒന്നൊരു ഞങ്ങളൊരു ഹാഫ് ആൻ അവർ ഓക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് സ്റ്റാർട്ട് ചെയ്ത് ആദ്യം പറക്ക് തളിക അതില് അകത്തുള്ള ഇതുണ്ടല്ലോ നമ്മുടെ മറ്റേ ഹെൽ സ്റ്റേഷൻ, ഇവർ രണ്ടുപേരുടെയും ആ ഒരു കോംബോ ആണ് നമ്മൾ ഇതിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇരുന്നത്. അത് വർക്ക് ലാഗ് ആയപ്പോഴാണ് കല്യാണ രാമൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അത് ആൾക്കാരെല്ലാം അക്സെപ്റ്റ് ചെയ്തപ്പോ അതിലൊരു കോൺസെപ്റ്റ് അഡ്വർടൈസ്മെന്റിലോട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഈ അഡ്വർടൈസ്മെന്റ് ചെയ്ത് കുറെ നാള് പിന്നില്ല. അത് ഞങ്ങൾ 2 months ആയിട്ട് ചെയ്ത് വെച്ച സംഭവമായിരുന്നു. അപ്പൊ നിങ്ങൾ 4 പേരും കൂടി ഇരുന്നിട്ടാണോ ഇത് ഡിസ്കസ് ചെയ്യുക എല്ലാ കോൺസെപ്റ്റുകളും വരുമ്പോ? അതോ ഞങ്ങൾ 4 പേര് ഒരുമിച്ച് ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. ഞങ്ങൾ ഫസ്റ്റ് ടൈം ഇന്നലെ സഫാനെ മീറ്റ് ചെയ്യാറുണ്ട്. ഞാൻ സഫാനെ പേഴ്സണലി മീറ്റ് ചെയ്യാറുണ്ട്. ഞാൻ എല്ലാവരും ഇൻഡിവിജ്വലി എപ്പോഴെങ്കിലും ഒക്കെ കാണും എന്നല്ലാണ്ട്. ശ്രീത്തിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അപ്പം അറിയാം, ട്രിവാൻഡ്രത്തുള്ളതാണ്. ഇപ്പോ ഇത് താരസുൻ ട്രിവാൻഡ്രത്തുണ്ട്. അപ്പൊ നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട്. സഫാൻ പാലക്കാടായോണ്ട് നമ്മളെല്ലാരും ട്രിവാൻഡ്രം ബേസ്ഡ് ആണ്. ഞങ്ങൾ 4 പേരും ടീമായിട്ട് ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്ന് പറയുന്നത് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായി മാറിക്കഴിഞ്ഞു. എന്ത് പറഞ്ഞാലും എന്ന് പറയുന്ന ഒരു ഇതിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ എയുടെ ഒരു സാങ്കേതിക വശത്തിലേക്ക് വരുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ എളുപ്പമാണ് എന്നാണ് എല്ലാവരും വിചാരിക്കുക. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ യോട് ചോദിക്കുക, പറഞ്ഞു തരുമല്ലോ, അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ AI എന്ന് പറയുന്നതിനെ എത്രമാത്രം നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അതിന്റെ ഇപ്പൊ എളുപ്പമാണെന്ന് പറയുമ്പോൾ അതിന്റെ ടൈമിങ് എങ്ങനെയായിരിക്കും? ഇപ്പൊ നിങ്ങളൊരു വർക്ക് എടുക്കുമ്പോൾ അതിന് എത്ര ഇനിഷ്യേറ്റീവ് എടുത്ത് എത്ര സമയം കൊടുത്താണ് ഓരോ വർക്കുകൾ എടുക്കുക? ഇപ്പൊ ഇൻക്ലൂഡഡ് റീൽസ് ഉൾപ്പെടെ എങ്ങനെയായിരിക്കും? നമുക്ക് ആദ്യം നമ്മളൊരു അഡ്വർടൈസ്മെന്റ് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അഡ്വർടൈസ്മെന്റ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് പോകുന്നത് സ്ക്രിപ്റ്റിംഗ് ആണ്. അപ്പോൾ ത്രെഡ് ബിൽഡിംഗ് ആണ്. അതിന് ഓൾമോസ്റ്റ് ഒരു എങ്ങനെ പോലെ ഒരു 2 days എടുക്കും. ത്രെഡ് ബിൽഡ് ചെയ്യാൻ പ്രോപ്പർ ആയിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 days എടുക്കും. സ്ക്രിപ്റ്റിംഗ് PDF ആയിട്ട് ക്ലയന്റിന് ഷെയർ ചെയ്യും. ദെൻ അതിനുശേഷമാണ് ഷോർട്ട് ഡിവിഷൻസ് വരുന്നത്. നമ്മൾ എയിലോട്ട് കടക്കുന്ന ഒരു സ്റ്റെപ്പ് അവിടെയാണ്. നമുക്ക് എങ്ങനെ പോലെ ഒരു അഡ്വർടൈസ്മെന്റ് വീഡിയോ പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടി മാത്രം തന്നെ ഓൾമോസ്റ്റ് ഒരു 4-5 days എടുക്കും നോർമലായിട്ട്. ഫുൾ ടൈം ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ, കാരണം ഫുൾ ടൈം നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുമ്പോൾ തന്നെ ഈവനിങ് ആകുമ്പോൾ ഓൾറെഡി ടയർഡ് ആവും. അത്രയും ബ്രെയിൻ സ്റ്റോം ചെയ്യണം. ഓരോ ഷോർട്സും നമ്മൾ മാനുവലി ബിൽഡ് ചെയ്യണം. ഓരോ ഇമേജ് ആണ് ബിൽഡ് ചെയ്യുന്നത്. ഇമേജ് ബിൽഡ് ചെയ്തിട്ട് അതിന് ആനിമേഷൻ ചെയ്തിട്ടാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ പോലെ നമുക്കൊരു ടോട്ടൽ ഒരു 1 week ഫുൾ ടൈം ഇരിക്കുകയാണെങ്കിൽ തന്നെ 1 week എടുക്കും. പിന്നെ കൂടാതെ നമുക്കിപ്പോ കേൾക്കുന്ന ഒരു കാര്യം, ഇപ്പൊ VFX ആൻഡ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് പറയാമോ? അപ്പൊ VFXൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? VFX ആൻഡ് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എങ്ങനെയായിരിക്കും? സത്യം പറഞ്ഞാൽ ഈ VFX ആർട്ടിസ്റ്റും ആർട്ടിസ്റ്റും നല്ലൊരു കോമ്പറ്റീഷൻ ആണ് ഇപ്പോൾ. VFX ആർട്ടിസ്റ്റിന് ആർട്ടിസ്റ്റിനായിട്ട് നല്ല പൊരുത്തമൊന്നുമില്ല. മീൻസ് റീസെന്റ് ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ നമുക്ക് ഒരു ടോക്ക് സംസാരിക്കേണ്ടി വന്നു.
അത് ഇവര് ചെയ്യുന്ന കോണ്ടന്റ്, കാരണം VFX എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരു ആള് നടന്നു പോകുന്ന ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഒരു മാസങ്ങൾ എടുത്തു വരും ഒരു വർക്ക്. ആ സെയിം സാധനം എയിൽ ചെയ്യാൻ വേണ്ടിട്ട് 1 day കൊണ്ട് ചെയ്യാം. പക്ഷെ VFXല് നമുക്ക് കൂടുതൽ കറക്ഷൻസ് ചെയ്യാൻ ചെയ്യാൻ പറ്റും. പറ്റും. എയിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? കറന്റ് വന്നിട്ടില്ല. പക്ഷെ അത് അപ്ഡേറ്റ് ആവും. വിത്തിൻ എനിക്ക് തോന്നുന്ന ഒരു 2 yearsനുള്ളിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം അതിൽ ചെയ്യാൻ പറ്റും. കസ്റ്റമൈസേഷൻ VFX ആർട്ടിസ്റ്റിനാണ് കൂടുതലും കിട്ടുന്നത്. കാരണം അവർ ബിൽഡ് ചെയ്യുന്നതാണല്ലോ. ഒരു ബിൽഡിംഗ് ചെയ്യുന്നെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ ബേസ് തൊട്ട് അവർ ബിൽഡ് ചെയ്യുന്നതാണ്. നമ്മൾ ചെയ്യുന്ന അങ്ങനെയല്ല. ഒരു പ്രോംപ്റ്റ് കൊടുത്ത് ഇമേജ് അങ്ങ് ജനറേറ്റ് ചെയ്ത് അതിനെ നമ്മൾ ഈ പറഞ്ഞ ചെറിയ ചെറിയ ഗിമിക്സ് കാണിച്ചിട്ട് അതിൽ വർക്ക്ഔട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അത് കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ ഈ VFX ആർട്ടിസ്റ്റിന് ചെറിയൊരു പണിയാണ്. അപ്ഡേറ്റ് ആയില്ലെങ്കിൽ അപ്ഡേറ്റ് ആയില്ല. സ്കിൽ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ. പക്ഷെ ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാന്നുള്ളതാണ്. അതാ ഞാൻ ചോദിച്ചത്. ഇപ്പൊ അത് എങ്ങനെയായിരിക്കും ഇപ്പൊ VFXല് AI കൊണ്ടുവരുന്നതിനെ കുറിച്ച്? ഇപ്പൊ നമ്മള് ആട് 3-ല് ഒരു ഇമ്പോർട്ടന്റ് സീന് കംപ്ലീറ്റ്ലി മോഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രീ വിഷ്വലൈസേഷൻ ആണ്. ഇപ്പോൾ ഒരു ഡയറക്ടർ എഴുതി വെച്ചിട്ടുള്ള സ്ക്രിപ്റ്റിനെ അത് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത് എളുപ്പമല്ല. അതേ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇപ്പൊ എല്ലാവർക്കും ഇമേജസ് ജനറേറ്റ് ചെയ്യാം. എന്തെങ്കിലും കൊടുത്താൽ എന്തെങ്കിലും അതിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആവാം. പക്ഷെ ഒരു സ്ക്രിപ്റ്റ് കിട്ടി, ആ സ്ക്രിപ്റ്റിലെ ഷോട്ട് ബൈ ഷോട്ട് നമ്മൾ AI ജനറേറ്റ് ചെയ്ത് അതിനെ മോഷൻ ചെയ്ത് എഡിറ്റ് ചെയ്ത് എക്സാക്ട്ലി ഒരു ലൈവ് സീൻ പോലെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത് ഒരു ടീമിന് ഒരു വിഷൻ കാണാൻ പറ്റും. ഇപ്പൊ ഞാനൊരു ഡയറക്ടർ ആണെങ്കിൽ എന്റെ ടീം മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പോ ഞാൻ കാണുന്ന ഒരു വിഷൻ ഉണ്ടാവും. അതെല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഇത് ഒരു റിഫറൻസ് ആയിട്ട് വെച്ചിട്ട് എല്ലാവർക്കും ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേ സാധനം തന്നെ VFX ഇതിൽ എങ്ങനെ VFXൽ വർക്ക് ചെയ്യണം എന്നുള്ളതും കൂടെ ആ എലമെന്റ്സ് കൂടെ നമുക്ക് ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അവർക്ക് ഇത് റിഫറൻസ് ആയിട്ട് വെച്ചിട്ടൂടെ വർക്ക് ചെയ്യാം. അപ്പൊ അവരുടെ ഒരു പ്രീ പ്രൊഡക്ഷനിൽ VFX ആർട്ടിസ്റ്റിനാണെങ്കിൽ അവർക്ക് പ്രീ പ്രൊഡക്ഷനിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പൊ അവരത് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളത് അവര് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ നമ്മളെ തന്നെ അപ്രോച്ച് ചെയ്യുന്ന VFX ടീമുകൾ ഉണ്ട്. അതായത് ഒരു കൊളാബില് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്നാണോ? അതെ. അതായത് ഇപ്പോ ഏറ്റവും വലിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ അഡോബ് ഫോട്ടോഷോപ്പ്. അപ്പൊ അത് ഡിജിറ്റലാണ്. ഇപ്പൊ ഈ ഫീച്ചേഴ്സ് അവർ കൊണ്ടുവന്നു. അതിൽ ബ്ലെൻഡറിൽ വന്നിട്ടുണ്ട്, സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ വന്നിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഇത്. അതിൽ ഇനി കൊണ്ടുവരുന്നുണ്ട് പുതിയ ഫീച്ചേഴ്സ്. അപ്പോൾ ഈ ബ്ലെൻഡറാണ് VFX ആർട്ടിസ്റ്റ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതിൽ പോലും AI വരുന്നുണ്ട്. അപ്പൊ അത് ഈ പറഞ്ഞ ബ്ലെൻഡ് ചെയ്ത് യൂസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മിനിചേട്ടനാണെങ്കിൽ പോലും അത് ഒരു വിഷ്വലൈസേഷൻ മനസ്സിൽ കണ്ടിട്ട് ഈ ഒരു സാധനമാണെന്ന് എല്ലാവർക്കും കാണിക്കാൻ പറ്റും. അത് പക്ഷെ VFXൽ ചെയ്യുന്ന സമയത്ത് ഭയങ്കര എക്സ്പെൻസീവാണ്. അതായത് പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ ഒരു സാധനം വിഷ്വൽ ചെയ്ത് ഓരോ ആൾക്കാർ ക്യാമറാമാനും ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സിന് കാണിക്കുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതേസമയത്ത് AI ചെയ്യുമ്പോൾ നമുക്കത് കാണിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. ഇപ്പൊ പറഞ്ഞല്ലോ VFXൽ ചെയ്യുമ്പോൾ എക്സ്പെൻസീവ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഔട്ടും ഡിഫറെന്റ് ആയിരിക്കില്ലേ? ഇപ്പൊ കറന്റ്ലി VFX ആണ് ബെറ്റർ ഔട്ട് വരുമ്പോ. അതായത് എന്ത് പറയണം, ചില സാധനങ്ങൾ നമുക്ക് കസ്റ്റമൈസേഷൻ അതിൽ പോസിബിൾ ആണ്. ഇപ്പൊ ക്ലയന്റ് റിക്വയർമെന്റ് ചെയ്യണം ആ സാധനം ഇവിടെ വേണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് എടുത്ത് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. അതേസമയത്ത് VFXന്റെ ആൾക്കാർ ഞാൻ പറയുന്നത് അതേസമയത്ത് എയിലോട്ട് വരുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ ആ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന കുറെ ടീംസ് ഉണ്ട്. അവർക്ക് എക്സ്പെൻസ് കട്ട് ചെയ്യാൻ പറ്റും. VFX അത്രയും ചെയ്യുമ്പോൾ നല്ല ടൈം എടുക്കും. ആ ടൈം നമുക്ക് എയിൽ എടുക്കത്തില്ല. കൂടുതൽ എയിലേക്ക് ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നതും ടൈമിന്റെ ഒരു ഇതുകൊണ്ടായിരിക്കും. എളുപ്പം കിട്ടും, ഔട്ട് കിട്ടും എന്നുള്ള ഒരു സാധനം കൊണ്ട് കൂടിയാണ്. ഒരുപാട് VFX ആർട്ടിസ്റ്റ് നമ്മൾ കോഴ്സ് എടുത്ത് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങളിപ്പോ VFX ഇത് ചെയ്യുമ്പോ AI ചെയ്യുമ്പോ വിചാരിച്ച അത്രയും ഔട്ട് കിട്ടാറുണ്ടോ? അതുണ്ടാക്കി എടുക്കാന്നുള്ളതാണ് നമ്മുടെ പണി. അല്ല അത്രയും ഫസ്റ്റിലൊക്കെ ഇഷ്യൂ വരുന്നില്ല. ഇല്ല, നമ്മൾ എന്ത് വിചാരിക്കുന്ന ആ സാധനം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈസിലി വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് മോഷൻ ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ ത്രൂ ഔട്ട് കണ്ടിന്യൂറ്റി എന്നുള്ള ഒരു പ്രോസസ് ഉണ്ടല്ലോ, അതാണ് ഇത് ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു AI ചെയ്യുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ വീഡിയോ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അതിന്റെ ഒരു ഡിഫിക്കൽട്ട് വശം ഏതായിരിക്കും? ഇത് പ്രോഗ്രാം ക്വസ്റ്റ്യൻ കൊടുക്കുന്നതാണോ അതോ പ്രോഗ്രാമിംഗ് കഴിഞ്ഞിട്ട് പിന്നീടുള്ള പരിപാടികളാണോ? എങ്ങനെയായിരിക്കും അത്? ചില സാധനങ്ങൾ കിട്ടാതെ വരും. അതായത് എല്ലാത്തിനും ഒരു സ്റ്റെക്ക് ഉണ്ടാവും. അവിടെ നമ്മൾ ബ്രെയിൻ സ്റ്റോം ചെയ്ത് അടുത്ത എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് നമുക്കും അറിയാം, ക്ലയന്റിനും അറിയണം ആരാണ് അപ്രോച്ച് ചെയ്യണമെന്നുള്ളത്. അപ്പൊ നമ്മളൊരു പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റെക്ക് ആവും. അപ്പൊ നമ്മൾ വിളിക്കും, മച്ചാനെ പരിപാടി നടക്കണില്ല, അപ്പൊ എന്താ ഇനി ചെയ്യാ? അപ്പോ അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാന്ന് ഞങ്ങൾ ഇരുന്ന് പ്ലാൻ ചെയ്യും. അത് ഇപ്പൊ നമ്മൾ കുറെ നാള് വർക്ക് ചെയ്ത് വരുന്ന സമയത്ത് ഓക്കെ നമുക്ക് എന്തായിരിക്കും കിട്ടുക എന്നുള്ള കാര്യത്തെ കുറിച്ച് ഏകദേശം ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവും. അപ്പൊ അത് വെച്ച് ആ ഒരു ലിമിറ്റേഷനും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ടുള്ള പല കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റും. ഒരു പെർഫെക്റ്റ്ലി ഇത് തന്നെ കിട്ടണം എന്നുള്ള രീതി വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു ആസ്പെക്ട് കൂടെ ഉണ്ടാവും. ആ ഒരു സൈഡും കൂടെ ചിന്തിക്കാൻ പറ്റും. അത് നമ്മൾ കുറെ എക്സ്പീരിയൻസ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ആ 2 ഡയമെൻഷൻസും ആലോചിച്ചായിരിക്കും പിന്നെ വർക്ക് ചെയ്യുക. അപ്പൊ അത് നമുക്ക് എന്താ പറയാ ഒരു ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. നമ്മള് ചെയ്യും തോറും നമ്മൾ ഈ ടൂൾസുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവും. അതായത്
എ എന്ന് പറയുന്നത് നമ്മുടെ തോട്ട് പ്രോസസ്സുമായിട്ട് ഭയങ്കര സിമിലറാണ്. ഒരു മനുഷ്യന്റെ തലച്ചോറൊക്കെ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് അതും ചിന്തിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റും. നമുക്കിപ്പോ ഒരു സഫാന് കിട്ടാത്തൊരു സാധനം ഒരു ചെറിയൊരു കീവേഡ് ആയിരിക്കും, അത് പ്രോംപ്റ്റിൽ കിടക്കുന്നുണ്ടായിരിക്കും ഔട്ട് മാറി പോകുന്നത്. അപ്പൊ നമ്മള് ആ പ്രോംപ്റ്റ് അയക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇപ്പൊ എനിക്ക് അയച്ചു തരും, അപ്പൊ എനിക്ക് പെട്ടെന്ന് കാണാൻ മനസ്സിലാവും. അല്ലെങ്കിൽ എനിക്കുള്ളത് ഞാൻ സഫാൻ അയക്കും, അപ്പൊ സഫാൻ ആ ഒരു എലമെന്റ് എടുത്ത് കളഞ്ഞ് കഴിഞ്ഞാൽ അത് പോകും, കറക്റ്റ് കിട്ടും. മച്ചാനെ ആ ഒരു വേർഡ് മാറ്റി കമ്മ്യൂണിക്കേഷൻ നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ചിലപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ വവ്വാലൊക്കെ ചെയ്യുമ്പോ അപ്പൊ നമ്മൾ ബാറ്റ് എന്ന് പറഞ്ഞിടത്താ കിട്ടില്ല, അപ്പൊ ബയോളജിക്കൽ നെയിം എന്താന്ന് തപ്പിപ്പോണ്ടി വരും. അപ്പൊ നമ്മൾ റിസർച്ച് ചെയ്യണം. ഒരു സാധനം ചെയ്യണതിന്റെ മുന്നേ അതിനെ കുറിച്ച് ഏകദേശം ധാരണ ഉണ്ടാവണം, അതിനെ കുറിച്ച് ഒന്ന് പഠിക്കാൻ നോക്കാം. അപ്പൊ കുറെ നമുക്ക് വേർഡ്സ് കിട്ടും. ഗുളികന്റെ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഒരു പ്രോജക്ട് ഉണ്ടായിരുന്നു, അപ്പൊ ആദ്യത്തെ വർക്കായിരുന്നു. അതിലൊരു കീവേഡാണ് നമ്മൾ ചൂട്ട് ഉണ്ടല്ലോ, ട്രഡീഷണൽ ഫയർ ചൂട്ട് എന്നാണ് അതിന്റെ പേരാണ്. അപ്പൊ അതെങ്ങനെ അടിച്ചിട്ട് സാധനം കിട്ടുന്നില്ല, ഒരാഴ്ച ഇരിക്കുകയാണ്. അപ്പൊ അത് കുറെ അന്ന് സഫാനായിട്ടൊന്നും കോണ്ടായിരുന്നു, നമ്മള് ടീമപ്പ് ആയിട്ടില്ല. അപ്പൊ കുറെ ഇരിക്കുകയാണ്, കിട്ടുന്നില്ല. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ ഗൂഗിളിൽ തന്നെ തപ്പിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു കീവേഡ് ഇട്ട് ഈ ട്രഡീഷണൽ ഫയർ ടോർച്ചോ അങ്ങനെ എന്തുകൊണ്ട് വേർഡ് അതിന് വേണ്ടിയിട്ട് കുറെ നാൾ ഇരിക്കേണ്ടി വന്നു. അതൊരു ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. അപ്പൊ ടീം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ചില വേർഡുകളുടെ ഒന്നും മലയാളം എന്തെന്നും ആക്ച്വലി വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമയത്ത് ബ്ലഡ് കിട്ടില്ല. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാൽ ടൊമാറ്റോ സോസ് ആണ് മേലെ കിടക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ പുള്ളി തരും. അപ്പൊ അവിടെ സീൻ വരുന്ന സമയത്ത് കാണുന്ന ആൾക്ക് ബ്ലഡ് ആയിട്ട് തോന്നും, പക്ഷെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ടൊമാറ്റോ സോസ് ആയിരിക്കും, അല്ലെങ്കിൽ അക്രിലിക് റെഡ് പെയിന്റ് ആയിരിക്കും. പ്ലാറ്റ്ഫോംസ് ഫസ്റ്റ് ബ്ലഡ് പ്രൊവൈഡ് ചെയ്യത്തില്ല, ചില പ്ലാറ്റ്ഫോംസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. പിന്നെ അല്ലെങ്കിൽ ലോക്കലി ഈ പറഞ്ഞ പോലെ ഓരോ വലിയ പ്രോജക്ട് ഇൻസ്റ്റാൾ ചെയ്യണം നമ്മൾ ഹൈ എൻഡ് PCs എന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഇപ്പൊ ഞങ്ങൾ സ്റ്റാർട്ടിങ് വർക്ക് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഞാൻ ഈ പഠിച്ചിട്ടല്ല ഈ ഫീൽഡിലേക്ക് വരുന്നത്, കോണ്ടന്റ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ എന്താ എനിക്ക് ഒരു സ്പേസ് കിട്ടി, അപ്പം ഞാനിന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ വായിച്ചു നോക്കിയപ്പോൾ ബ്രോ ഇത് എന്തോന്ന് ചോര കളിയാ, കാരണം വെച്ചാൽ ഇത്രയും വന്നു കഴിഞ്ഞാൽ പണി കിട്ടൂലേ, ട്രൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇൻസ്റ്റാഗ്രാമില് ബ്ലഡ് അലൗഡ് അല്ല. ഇപ്പൊ ഞാനൊരു വീഡിയോ ഉണ്ട്, ഡോറ ട്രെയിനിന്റെ അടുത്ത് വരുന്ന ഒരു ഹൊറർ സാധനമായിട്ടുള്ള ഡോറ വരുമ്പോ മറ്റേ ബ്ലഡ് വന്നിട്ടുള്ള. അപ്പൊ ഈ ബ്ലഡ് ഉണ്ടാക്കുന്ന ഒന്നും പറയുന്നില്ല, പറയണം. അദ്ദേഹം ഇൻട്രോവേർട്ടാണ് തോന്നുന്നു. ഈ ബ്ലഡ് ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അപ്പൊ അത് ഞാനിപ്പോ ചോദിക്കാൻ വരുമായിരുന്നു. അത് എത്രമാത്രം ഇപ്പൊ VFX-ലാണെങ്കിൽ ഓക്കെ നമുക്ക് പെട്ടെന്ന്, പക്ഷെ ഏയുടെ ഇത് ചോദിക്കുന്നത് എങ്ങനെയാന്നുള്ള ഒരു സാധനം ഞാനിപ്പോ ചോദിക്കാൻ വന്നത്. പറ. 2D നല്ല, ഞാൻ 2D ആർട്ടിസ്റ്റ് ആയിരുന്നു. 2D-ലൊക്കെ ആണെങ്കിൽ നമ്മള് വരച്ച് ആണ് ഇത് ചെയ്യുന്നത്. ഇപ്പം എയിലിപ്പം നമുക്ക് പ്രോംപ്റ്റ് കൊടുത്ത് അത് സിമ്പിൾ ആയിട്ട് കിട്ടും. ഷാഡോ വരെ നമ്മൾ കൊടുക്കണം. 2D ആർട്ടിസ്റ്റ് ആ ഷാഡോ വരയ്ക്കണം. നമ്മളെല്ലാം ഷാഡോ ഡീറ്റെയിൽ ചെയ്യും. ചെയ്തിട്ടാണ് മിണ്ടാതിരിക്കുന്നത്. അല്ലാതെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ 2D ആർട്ടിസ്റ്റുകൾ പലരും മേലോട്ട് വരാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റഡ് അല്ല. റീസെന്റ് ജോയിൻ ആയതാണ്. അപ്പൊ നമ്മളെ വർക്ക് അതായത് ബ്ലഡ് ഓരോ കാര്യങ്ങൾ ഇമേജ് അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഓരോ വർക്കില്. കാരണം പുള്ളിക്കാരൻ ഈ ഷാഡോ ഉൾപ്പെടെ വരച്ച് ചെയ്തിട്ടാണ് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് വേണം അത് ചെയ്യാൻ. പുള്ളി ഇപ്പൊ നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്യും. പുള്ളി A ബേസ് ഉള്ള വർക്ക് കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുക. പുള്ളി നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫേമില്, ആ ഫേമിൽ നിന്ന് പുള്ളി ഇറങ്ങാൻ കാരണമായ കാര്യം എന്ന് വെച്ചാൽ എയുടെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിരിക്കുന്നത്. നമുക്ക് വ്യക്തമാക്കാം. അതായത് ഇപ്പൊ ഈ എയുടെ കടന്നുവരവോടുകൂടി കുറെ പേർക്ക് ജോലി നഷ്ടമാവുന്നുണ്ട്. അപ്പൊ ഹോളിവുഡിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു സമരമൊക്കെ ഉണ്ടായിരുന്നു. ഒരു വർഷത്തോളം അതായത് സ്ക്രിപ്റ്റ് എഴുതുന്നു, സ്ക്രിപ്റ്റ് എഴുതുന്നു, തന്നെ ഡബ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ കുറെ പേരുടെ പണി പോയി. അപ്പൊ ഈ പണി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരൊരു സമരം കൊണ്ടുവന്നു. അത് നമ്മുടെ ഇന്ത്യയിലും കുറെ ബാധിച്ചു. അപ്പൊ അതിനെ കുറിച്ച് ഉദാഹരണ സഹിതം വ്യക്തമാക്കാം. ഇതിപ്പോ എന്റെ അടുത്ത് നേരത്തെ എല്ലാരും പറഞ്ഞു അളിയാ തീർന്ന കേട്ടോ, എന്താ ChatGPT ഒക്കെ ഇപ്പൊ പലതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വെച്ചാൽ നോർമലി മാനുവലി കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഓക്കെ ടൂൾസ് എന്ന് വെച്ചാൽ ഞങ്ങൾ അഖിലായിട്ടെല്ലാം പരിചയപ്പെടുന്നതിന് മുന്നേ അപ്പൊ GPT-യുടെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഒക്കെയാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ കുറച്ച് കൊടുത്തു നോക്കിയപ്പോൾ എനിക്കൊരു സാറ്റിസ്ഫൈങ് ആയ സാധനങ്ങളൊന്നും കിട്ടുന്നില്ല. പക്ഷെ ടൂളായിട്ടൊന്ന് ഫെമിലിയർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആ സമയത്ത് അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു 23 സെപ്റ്റംബർ ആ ഒരു ടൈമിലൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് ഇമേജ് കണ്ടുവരുന്നത്. ഓക്കെ, ആ ഒരു സമയത്ത് വെച്ചാൽ പലർത്തും പോയി റിക്വസ്റ്റ് ചെയ്യാം, നമുക്കൊന്ന് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടോന്നൊക്കെ പലർത്തും പോയി ഇങ്ങനെ പറയും. ഓക്കെ, അപ്പം ഓരോ ദിവസം കഴിയുന്നോറും എയുടെ ഒരു സ്റ്റേജ് ഇങ്ങനെ കൂടി അല്ലെങ്കിൽ ഡെവലപ്പ് ആയിക്കൊണ്ട് വരികയാണ് കംപ്ലീറ്റ്ലി. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ എന്താ പറയാ ഈ തോട്ട് പ്രോസസ് അല്ലേ കംപ്ലീറ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇപ്പം സ്ക്രിപ്റ്റ് എഴുതുന്നേ ആയിക്കോട്ടെ, നമുക്ക് അപ്പം പല കാര്യങ്ങളും വരും. ഇപ്പോൾ പുതിയൊരു ഇമേജ് കാണുമ്പോൾ ഓക്കെ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്, അപ്പോൾ നമ്മൾ ആ ഇമേജിനെ ചിലപ്പോൾ കൊടുത്തിട്ട് തന്നെ ഇത് വെച്ചൊരു സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ വരും. അപ്പോൾ നമ്മൾ ഈ ടൂൾ കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതാൻ പഠിക്കും. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് വെച്ചാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വേണ്ടി എന്താ ഷോർട്ട് ടൈമിൽ ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റുകളുടെ സാധനം കൊടുത്തു കഴിഞ്ഞാൽ അവർക്കായിരിക്കും അവിടെ മുൻഗണന. അപ്പോൾ
സത്യം പറഞ്ഞാൽ ഇത് ജോലി കളയില്ല, നമ്മൾ അപ്സ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ. കാരണം ഞാൻ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്. ഞാൻ ഇപ്പോഴും നിൽക്കുന്ന വെച്ചാൽ പല ഫ്രീലാൻസ് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ടൂൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പല പോർഷൻസും സ്ക്രിപ്റ്റ് നന്നായിട്ട് ഉപയോഗിക്കാൻ ഓക്കെ. ഞാൻ അരമണിക്കൂർ കൊണ്ടിരുന്ന സാധനം 2 മിനിറ്റുള്ളിൽ സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും ടൈം കൺസ്യൂമിംഗ് ആണ്. ചിലപ്പോൾ ഞാൻ ഒരു 5 വർക്ക് ചെയ്യും ആ ഒരു സാധാരണ പണ്ടൻ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പം അപ്സ്കിൽ ചെയ്യുക ഓരോ ടൂൾസിനെ കുറിച്ച്, അല്ലെങ്കിൽ അത് നമ്മൾ ഏത് എന്താ പറയാ ഏതൊരു സ്ട്രീമിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന ടൂൾ ഏതാണെന്ന് മനസ്സിലാക്കുക, പഠിക്കുക, റിസർച്ച് ചെയ്യുക, അപ്സ്കിൽ ചെയ്യുക. അപ്പൊ ജോലി പോകുന്ന വെച്ച് കഴിഞ്ഞാൽ 100% ചെയ്യും, ജോലി 100% കളയും അപ്സ്കിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. അതായത് ഇപ്പൊ എ എന്ന് പറയുന്നത് നമുക്കൊരു എ ടൂള് നമ്മൾ മാസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു സൂപ്പർ പവറും കൂടെ കിട്ടിയതുപോലെ. ഇപ്പോ മറ്റേ മന്ത്രവാടി കിട്ടിയ അതായത് ഹ്യൂമൻ പ്ലസ് എ ഐ. ഇപ്പൊ അങ്ങനെയാണ് നമ്മൾ കോമ്പറ്റീഷൻ ചെയ്യാൻ പോവാ. ഒരു VFX ആർട്ടിസ്റ്റ് ആ ഒരു ടൂള് മാത്രം വെച്ച് വർക്ക് ചെയ്യുന്നതിന്റെ പകരം അത് പുള്ളിയുടെ ഒരു ഇൻപുട്ടാണ് കൂടുതൽ, അല്ലെ പുള്ളിയുടെ ഒരു എബിലിറ്റി അല്ലെങ്കിൽ എഫേർട്ട് കൂടുതലാണ് അവിടെ എയും കൂടെ വരുമ്പോ പുള്ളി കുറച്ചുകൂടെ പവർഫുൾ ആവുക ചെയ്യുന്നത്. ഏതൊരു ഡിജിറ്റൽ ആർട്ടിസ്റ്റ് ആണെങ്കിലും കുറച്ചുകൂടെ പവർഫുൾ ആവുകയാണ് ചെയ്യണം. അപ്പോ ബാരിയർ ഒഴിവാക്കിയിട്ടാണ് ഇപ്പൊ പുള്ളി ഒരു വർക്ക് ചെയ്ത് ഒരു 2-3 ദിവസം ഇരുന്ന് ചെയ്ത് ക്ലയന്റിന് കൊണ്ടേ കൊടുത്ത് പുള്ളി അത് റിജക്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം മുതൽ പിന്നെയും ചിലപ്പോൾ അതിൽ വർക്ക്ഔട്ട് ചെയ്യണം. അത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ ഞാനൊരു പെയിന്റിംഗ് ആർട്ടിസ്റ്റ്, അപ്പൊ ഞാൻ ഒരു മാസമൊക്കെ എടുത്തിട്ട് ഒരു പെയിന്റിംഗ് ആണ്. ഇത് കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ സൈഡിൽ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. അങ്ങനെ വേറെ ആളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പെയിന്റ് ചെയ്യാന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് എന്നെ കൊണ്ട് റീഡ്രോ ചെയ്യിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ ആർട്ടിസ്റ്റ്, ഒരു പെയിന്റിംഗ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്കത് ഇഷ്ടമല്ല. പക്ഷെ ഇപ്പൊ നമ്മൾ കൊമേഴ്ഷ്യലി നോക്കുമ്പോൾ അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാണ്, നമുക്കിതൊക്കെ ഈസി ആക്കുകയാണ്. ഇപ്പൊ ഒരു ക്ലയന്റ് റീവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പ്രോംപ്റ്റിൽ ചെറിയ മാറ്റം വരുത്തി കഴിഞ്ഞാൽ പുള്ളിക്ക് വിത്തിൻ സെക്കൻഡ്സ് എനിക്ക് അടുത്ത ഔട്ട് കൊടുക്കാം, ഒരു ഇമേജിന്റെ ഔട്ട് കൊടുക്കാം. പല ഡയമെൻഷൻസ് നമുക്ക് എടുത്തു നോക്കാം. അതെ, പല റിഫറൻസുകൾ കൊടുക്കാം. അപ്പോ നമ്മളുടെ എഫേർട്ടിനെ കമ്മിയാക്കുന്നുണ്ട്. ഐഡിയ ഉണ്ടോ എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. നമുക്ക് ഐഡിയ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ച് അത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് തരും എന്നുള്ളതാണ്. പെട്ടെന്ന് ടൈമാണല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പണ്ടൊക്കെ ഫോട്ടോഷോപ്പ് ഒക്കെ വരുന്ന മുമ്പ് നമ്മൾ യൂസ് ചെയ്തോണ്ടിരുന്ന സ്കെച്ച് ആർട്ടിസ്റ്റ് ചെയ്യുന്നത് വരച്ചോണ്ടിരിക്കുകയായിരുന്നല്ലോ. അതിപ്പോ ഫോട്ടോഷോപ്പും കാര്യങ്ങളും വന്നപ്പോ ഇവരെന്ത് ചെയ്തു, ക്രമേണ ഇതിനെതിരെ ആദ്യം പറഞ്ഞു. പക്ഷെ ഒരു ടൈം കഴിഞ്ഞപ്പോ അഡാപ്റ്റ് ആയിട്ട് ഡിജിറ്റൽ ആർട്ടിസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്കാലും വന്നു നമ്മളെ ജോലി പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ല, അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഒരു പുള്ളി എന്റെ അടുത്ത് സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു കോണ്ടന്റ് ഇട്ടപ്പോ പുള്ളി അതുപോലത്തെ ഒരു കോണ്ടന്റ് കുറച്ചാൾ മുമ്പ് ഇട്ടായിരുന്നു. പക്ഷെ പുള്ളിക്ക് അതിന് റീച്ച് ഇല്ല. പുള്ളി ഒരു 3 മാസം എടുത്ത് ചെയ്ത വോക്കായിരുന്നു. പക്ഷെ നമ്മളത് ഈ പറഞ്ഞ ഒരു 1 വീക്ക് കൊണ്ട് ചെയ്തൊരു വോക്കായിരുന്നു. നമുക്ക് അതിന് റീച്ച് കിട്ടി. അപ്പൊ പുള്ളിക്ക് അതൊരു ഫ്രസ്ട്രേഷൻ ആണ്. ഇത്രയും ഡിഫിക്കൽട്ട് ആയിട്ട് വർക്ക് 3 മാസം എടുത്ത് ചെയ്തിട്ട് അതിന് റീച്ച് കിട്ടിയില്ല. നമ്മൾ പെട്ടെന്ന് ചെയ്തപ്പോ അതിന് റീച്ച് കിട്ടി. അങ്ങനെയും നടക്കുന്ന കാര്യമാണ്. പിന്നെ പലരും അതിലോട്ട് വരാത്തതിന് റീസൺ തോന്നുന്നത് ചെറിയൊരു ഹ്യൂമൻ ഈഗോ ഉണ്ട്. ഞാൻ ചെയ്തു, ഞാൻ ഇത്ര ടൈം എടുത്ത് ചെയ്തൊരു വർക്കാന്ന് പറയുന്നതിന്റെ ഒരു ക്രെഡിബിലിറ്റി അതില്ല. പക്ഷെ അവരും അവരേതായ രീതിയിൽ അവർ എഫേർട്ട് ഇടുന്നുണ്ട്. നമ്മളിപ്പം എല്ലാരും അറിയാലോ ജോലി അത് ഞാൻ അഡ്വർടൈസിംഗ് ഫീൽഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ കനവതിൽ കംപ്ലീറ്റ്ലി ജോയിൻ ചെയ്യുന്നതിന് മുന്നേ. അപ്പൊ അവിടുന്ന് ഏറ്റവും കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഇങ്ങനെ താഴ്ത്തുമായിരുന്നു. കുറെ വരെ കൊണ്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മളെ ഗ്രൂപ്പിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഡൗൺ ചെയ്യുന്നു. ഇപ്പം അവര് തന്നെ ഇപ്പം നമ്മളൊരു വലിയ കമ്മ്യൂണിറ്റി തന്നെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് തന്നെ അവരുടെ പല സ്റ്റാഫുകളെയും കൊണ്ടുവന്നിട്ട് ഇതിനുള്ള ടൂൾസ് നമ്മുടെ നിന്നൊക്കെ പഠിച്ചിട്ടായാലും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്തുനിന്നും എയുടെ പല എന്താ പറയാ ഏതൊക്കെ ഭാഗങ്ങൾ നമുക്ക് ചെയ്തു നോക്കാം എന്നുള്ള എക്സ്പെരിമെന്റ് ചെയ്ത് അവരും ചെയ്തു വരുന്നുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു സ്റ്റേജിലായിരിക്കും ഈ ഒരു പ്രോബ്ലം ഉണ്ടാവുക. ഓക്കെ അത് വേണ്ട, ഞങ്ങൾക്കല്ല ചെയ്യാന്നൊക്കെ. പക്ഷെ കാലം മാറുന്നതനുസരിച്ച് അവര് അഡാപ്റ്റ് ചെയ്യും. അഡാപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഫീൽഡിൽ നിൽക്കാൻ പറ്റില്ല. ഇല്ല, 100%. ഒരു ഇത് ഇവോൾവ് ചെയ്തു വന്നിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഒരു ട്രഡീഷണൽ പെയിന്റിംഗ് ഫോട്ടോഗ്രാഫി വന്ന സമയത്ത് ഫോട്ടോഗ്രാഫിയിൽ എന്താണ് ആർട്ട് എന്ന് ചിന്തിച്ച ആളുകളുണ്ട്. അപ്പൊ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ അതിന് നമ്മൾ ലൈറ്റിംഗ് സെറ്റ് ചെയ്യുന്നുണ്ട്, പ്രോപ്പർട്ടീസ് നോക്കുന്നുണ്ട്, കളർ മാച്ചിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട്. എയിൽ ചെയ്യണമെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ഉണ്ടാവാന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവർക്കും എയിൽ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഇൻഫ്ലുവൻസസ് വന്നു തുടങ്ങി. അതായത് നമുക്കൊരു ക്യാരക്ടറിന്റെ അപ്പൊ ഒരു ലേഡീനെ ഒരു ബോയിനെ നമുക്ക് ആരെ വേണമെങ്കിലും ബിൽഡ് ചെയ്തിട്ട് അത് വെച്ച് തന്നെ നമുക്ക് കൊമേഴ്ഷ്യൽ അഡ്വർടൈസ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആക്ട് ചെയ്ത് ചെയ്യാം. നിലവിലെ ഇപ്പം കേരളത്തിൽ തന്നെ ഉണ്ട് അങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്കിപ്പോ നമ്മൾ ചെയ്യുന്ന വ്ളോഗിങ്ങോ എന്ത് പ്രോസസ് വേണമെങ്കിലും ചെയ്യാം. ഇപ്പം ശ്രുതി അല്ലേ, ശ്രുതി ഇപ്പൊ ഞങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്നില്ല, കുറച്ചു നാൾ കഴിയുമ്പോഴത്തേനും ഒരു ആങ്കർ
അതായത് 2 കട്ട് എടുത്താൽ മതി. നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഷോട്ടിന്റെ ആ കട്ട് ആയിരിക്കുമല്ലോ, സെയിം ആംബിയൻസ്. കുഴപ്പമില്ല. ശ്രുതിക്കാണെങ്കിലും ശ്രുതിയുടെ എന്താ പറയാ, അല്ല അപ്പൊ നമ്മുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത്. അപ്പൊ രുദ്ര എനെക്കാട്ടിലും സ്പീഡിൽ കണ്ടന്റ് എഴുതുന്ന ആളാ. അപ്പൊ നമ്മളൊരു സബ്ജക്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വിത്തിൻ 20 minutes ഒക്കെ ഒരു ഒരു സാധനം പറഞ്ഞു, ഇനി ശ്രുതി വേഗം പണിയെടുത്തോ. നല്ലതാണെങ്കിൽ പണി കിട്ടും. കോപ്പിറൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം വരും. എല്ലാ ആക്ടേഴ്സും ഈ കാണുന്ന എല്ലാ ആൾക്കാരും ഇപ്പൊ ശ്രുതിയുടെ ഈ എയുടെ ഒരു ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അതിന് ശ്രുതി കോപ്പിറൈറ്റ് ചെയ്യും. എന്റെ ക്യാരക്ടർ യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് ഇത്ര രൂപ വേണം. ഇതുപോലെ സിനിമയിൽ അവിടെ ചുമ്മാ ഇരുന്നാ മതി, ഇൻഫ്ലുവൻസർ അവിടെ നിന്ന് ചെയ്തോളൂ. ഓക്കെ, എന്റെ രൂപത്തിലുള്ള അതേ ആള് പണിയെടുത്തോളും, ഞാൻ അവിടെ നിന്ന് പൈസ വോയിസ് മാത്രം കൊടുത്തത്. ഇപ്പൊ ടോം ആൻഡ് ജെറി ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ്ലി എയിൽ പ്രൊഡ്യൂസ് ചെയ്ത് വന്നില്ലേ. അപ്പൊ അതിന്റെ ഡാറ്റാസ് ഉണ്ട് കയ്യിൽ ഓൾറെഡി. ഒരുപാട് എപ്പിസോഡ്സിന്റെ ഡാറ്റാസ് ഉണ്ട്. ഡിഫറെന്റ് രീതിയിലുള്ള ആംഗിളുള്ള ഫോട്ടോസ് കളക്ട് ചെയ്ത് അത് നമ്മൾ ട്രെയിൻ ചെയ്യിക്കുക, പറഞ്ഞു കൊടുക്കുക. അപ്പം എവിടെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം നമുക്ക് ആ ക്യാരക്ടറിന്റെ. ഇനിയും കൂടുതൽ ഇത് വികസിക്കും എന്നാണോ? ഇത് അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഒരുപാട് ട്രെൻഡ്സ് വരുന്നില്ല ഈ ബേസിൽ. ഇപ്പം ലേറ്റസ്റ്റ് ഗിബ്ലി ഒക്കെ വന്നില്ലേ, കൗതുകമായിരുന്നു. ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ല. ഓക്കെ, അല്ല അത് വരുന്നതിന് മുന്നേ എല്ലാരും യൂസ് ചെയ്തുകൊണ്ട് പോയിരുന്നില്ല എന്ന് വെച്ചാൽ അവർ കൗതുകമല്ലേ. ഈ കൗതുകം, നമ്മളുടെ കൗതുകം സത്യം പറഞ്ഞാൽ അവർക്ക് ബിസിനസ് ആണ്. കാരണം ഡാറ്റ കളക്ഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവര് അതിലൂടെ ഒരു ബിസിനസ് സെഗ്മെന്റ് തന്നെയാണ്. നമുക്ക് കൗതുകം ആ ഒരു സംഭവം തന്നെ. കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പം ഫെമിലിയർ ആയിട്ടുള്ള ഈ പ്ലാറ്റ്ഫോംസ് എല്ലാം അവരുടേതായ രീതിയിൽ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളുടെ എല്ലാം ഡാറ്റാസ് ഇപ്പോൾ ഓൾറെഡി ഉണ്ടാവും. ന്യൂസ് കേട്ടിരുന്നു, അങ്ങനെ ഗിബ്ലിയിലെ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്തവരുടെ എല്ലാം മാത്രമല്ല ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നില്ല, വാട്സ്ആപ്പ് യൂസ് ചെയ്യുന്നില്ല, ഇതെല്ലാം മറ്റേ ഫീൽഡിലുള്ളതാ. ഇവരെല്ലാം നമുക്ക് ഇത് ഫ്രീ ആയിട്ട് തരുന്ന ആപ്സാ. എന്തായാലും ഡാറ്റ കളക്ട് ചെയ്യും, ഉറപ്പാണ്. അതിലൊന്നും നോക്കാനില്ല. അത് മാത്രല്ല, ഇപ്പൊ നമ്മള് പേയ്മെന്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന ടൂളുകളും ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ അവർക്ക് വേണ്ടി പണിയെടുത്തോണ്ടിരിക്കുക. ഞങ്ങൾ പണിയെടുക്കുന്ന സമയത്ത് ഇതിനെ ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുക. അപ്പോ നമ്മൾ എന്താണ് ചോദിക്കുന്നത്, ഇപ്പൊ നമ്മളോട് ചോദിക്കും ഈ കിട്ടിയ ഇമേജിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? ഡൊമൈൻ വരുന്നത് ഇഷ്ടം പോലെ സെയിലായി പോകുന്നത്. ഇഷ്ടം പോലെ, അത് ഓരോ പ്ലാറ്റ്ഫോംസ് വന്നുകൊണ്ടിരിക്കുക, ഡേ ബൈ ഡേ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ആൾക്കാർ ചിന്തിക്കും സമയം എളുപ്പം തീരുമല്ലോ, സമയം കൂടുതൽ ബാക്കിയുണ്ട്, അപ്പോൾ അതിന്റെ ചെലവുകളും കുറച്ച് കൂടുതലായിരിക്കും എന്നാണോ കുറവായിരിക്കും? ഇപ്പോൾ അതോ നമ്മൾ ചെയ്യണ വർക്കിനനുസരിച്ചായിരിക്കോ എയുടെ ഒരു മന്ത്ലി നമുക്ക് കനവുകളിൽ നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് സബ്സ്ക്രിപ്ഷൻ വേണ്ടി മാത്രം ഒരു 30,000 to 35,000 വരുന്നുണ്ട്. അതിന് മുകളിൽ പോകണമെങ്കിലേ ഉള്ളൂ നമ്മൾ ചെയ്യുന്ന കോണ്ടന്റ് അനുസരിച്ചിട്ട്. പിന്നെ കൊമേഴ്ഷ്യൽസ് വരുമ്പോൾ അതിന്റെ പേയ്മെന്റ് മാറും. അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്സ് അത്യാവശ്യം നല്ല രീതി, അതായത് നമ്മൾ ക്രെഡിറ്റ്സ് എന്നാ പറയുന്നത് ഈ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും. അപ്പൊ അത് അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ട്. അത് ടൈം എടുക്കുന്നതിനെക്കാട്ടി നമുക്ക് ടൈമും ഇവിടെ ഏറ്റവും കൂടുതൽ വേണ്ടത് ടൈമുമാണ്. കാരണം ഒരു വർക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കേണ്ടി വരും. കംപ്ലീറ്റ് ചെയ്യാനല്ല, ചെറിയൊരു പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. നമുക്കിപ്പോ ഒരു ടൂള് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇത്ര ഹവേഴ്സാ തരാ, ഇത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസത്തിന് ഇത്ര ഹവേഴ്സ് തരും. അല്ലെങ്കിൽ ക്രെഡിറ്റ്സ്. അപ്പൊ ഈ മിനിറ്റിനെ എത്ര എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അതിൽ വർക്ക്ഔട്ട് ചെയ്യും തോറും നമ്മൾ എഫിഷ്യന്റ് ആയിക്കൊണ്ടിരിക്കും. നമുക്ക് ആ ടൂളിനെ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മളൊരു ടൂള് വാങ്ങിച്ച മാക്സിമം അത് യൂസ് ചെയ്ത് ഇതാവുക എന്നുള്ളതാണ്. അതെ, നമ്മൾ എത്ര എഫിഷ്യന്റ് ആണോ അത്രയും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ടൂളിനെ നമുക്ക് ചിലപ്പോൾ ഒരുപാട് വർക്ക്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കുക എന്നുള്ള. ചിലപ്പോൾ ഒരു 2 ടൂളും 3 ടൂളും വേണ്ടി ഒരാൾക്ക് ഒരു ഇത് വർക്ക്ഔട്ട് ചെയ്തെടുക്കണമെങ്കിൽ, അതായത് 3 തവണയൊക്കെ പർച്ചേസ് ചെയ്യേണ്ടി വന്നേക്കാം. സഫാനൊക്കെ ഞാൻ പരിചയപ്പെടുമ്പോൾ സഫാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഓൾമോസ്റ്റ് ഒരു ക്യാരക്ടർ ഷൈൻ ടോം ജാക്കിന്റെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു ചെയ്തോണ്ടിരുന്നത്. അപ്പൊ പുള്ളിക്കാരനെ അങ്ങ് ബിൽഡ് ചെയ്യുക, അതായത് പ്രോംപ്റ്റ് അടിച്ചിട്ട് ഫേസും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തോണ്ടിരിക്കുക. പക്ഷെ സഫാൻ അപ്ഡേറ്റ് ആയത് അറിയത്തില്ലായിരുന്നു. ഞാനൊക്കെ ചെയ്തോണ്ടിരുന്നത് ഡീപ് ഫേക്ക് ആയിരുന്നു. നമ്മുടെ രേഖ യൂസ് ചെയ്തില്ല, അതായിരുന്നു ചെയ്തോണ്ടിരുന്നത് 2023. അപ്പൊ അത് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ചിലർ അപ്ഡേറ്റ് ആയിട്ടില്ല, അറിഞ്ഞൂടാ. പിന്നെ അപ്പൊ അത്ര എഫോർട്ട് ഇട്ടാ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സാധനം പ്രോസസ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ ഒരു ക്യാരക്ടർ എടുത്ത് ട്രൈ ചെയ്യുക, എടുക്കുക. ഹൈ എൻഡ് PCs ഉണ്ടാവണം. ഇപ്പൊ ഞാൻ യൂസ് ചെയ്തിരുന്നത് നോർമലി ഒരു മാക്ബുക്കിലാണ് ഞാൻ വർക്ക് ചെയ്യണത്. ഇനി CPU ഇല്ല, ഇനി GPUവിന്റെ കാലമാണ്. അതായത് ഗ്രാഫിക്സ് കാർഡാണ് ഫുള്ളി യൂസ് ചെയ്യാൻ പോകുന്നത്. 4-5 ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്തിട്ട് ട്രൈ ചെയ്യിക്കും ക്യാരക്ടറിനെ. ഈ ഓൺലൈൻ ഈ പ്ലാറ്റ്ഫോംസ് ഒക്കെ സ്റ്റോപ്പ് ആവും, അതിനുശേഷം ഓഫ്ലൈൻ ആവും, ഓഫ്ലൈൻ റേസ് ആവും. ഓരോരോ പ്ലാറ്റ്ഫോം മോഡൽസ് ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കും. നേരത്തെ പോലെ എക്സ്പെൻസ് തന്നെയാണ്. പക്ഷെ നമ്മളത് എപ്പോഴും പേജിലായാലും അല്ലാതായാലും പേഴ്സണലി പലതും നമ്പറൊക്കെ കളക്ട് ചെയ്തിട്ട് ബ്രൂ ചെയ്യാൻ പറ്റിയ ഈ ടൂൾസ് ഫ്രീ ആയിട്ട് ഏതാ ഉള്ളത്. അപ്പം പറഞ്ഞിപ്പം നമ്മൾ പ്രോഗ്രാം ചെയ്ത് ബ്രൂ
കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഫ്രീ എന്ന് പറഞ്ഞൊരു സംഭവം വിട്. ആ ഒരു സംഭവം കളയും. കാരണം എങ്കിലേ ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ പ്രോഗ്രാമിലായി എല്ലാ പോയ ആൾക്കാരും സംഭവമാണ്. പറയുന്നത് എല്ലാ ആൾക്കാരും ചോദിക്കുന്നത് നമുക്ക് കമ്മ്യൂണിറ്റി ഉണ്ട്, ഒരു 1000+ മെമ്പേഴ്സ് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അതായത് സോഷ്യൽ മീഡിയയിലല്ല, നമ്മുടെ പേഴ്സണൽ ഗ്രൂപ്പിലുണ്ട്. കാരണം നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്യുന്നത് പഠിക്കാൻ ആഗ്രഹമുള്ളത്. അപ്പൊ അവരെല്ലാരും ചോദിക്കുന്ന ഫ്രീ ടൂൾ ഏതാണ്, ഫ്രീ ടൂൾ ഏതാണ്. അത് ഫ്രീ ടൂളിൽ പോയിട്ട് കാര്യമില്ല. ഇത്രയും കോമ്പറ്റീഷൻ ഉള്ളപ്പോ നമ്മൾ പുതിയതായിട്ട് അപ്ഡേറ്റ് ആയി ഈ പറഞ്ഞ പേ ടൂൾസ് യൂസ് ചെയ്ത് പഠിക്കുക. നമുക്ക് ട്രയൽസ് ഉണ്ട് പലതിന്റെ എന്ന് വെച്ചാൽ എല്ലാത്തിന്റെ അല്ല, ചിലതിന്റെ ഒക്കെ. പക്ഷെ അതിന് അതിൻ്റെതായുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ചിലപ്പം ചില ആൾക്കാർ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലിമിറ്റേഷൻ ഇത്രയാണ് ഉള്ളതെന്ന് പറഞ്ഞു പോകും. ഇപ്പൊ നമുക്ക് വെച്ചാൽ നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്യാൻ പോകണം, AWSലുള്ള കോഴ്സ് നമ്മൾ കംപ്ലീറ്റ്ലി ലോഞ്ച് ചെയ്യാൻ പോവാ. നിങ്ങളിപ്പോ ക്ലാസ് എടുക്കുന്നുണ്ടോ? ഞാനതായിരുന്നു ചോദിക്കാൻ വന്നു. ഇപ്പൊ ഇത് പഠിക്കണം എന്ന് ആഗ്രഹിക്കണ കുറെ പേരുണ്ടാവുമല്ലോ, അത് തന്നെയാണ് ഈ ആൾക്കാർ ഇപ്പൊ ഫ്രീ ടൂള് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് കിട്ടും, അത് വെച്ച് പഠിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. കുറച്ചുകൂടെയൊക്കെ മുന്നേ ഫ്രീ ടൂളും ഒക്കെ ആയിരുന്നു. ഇപ്പൊ ജിയോ ഒക്കെ ഫസ്റ്റ് നമുക്ക് നെറ്റ് ഫ്രീ ആയി തന്നെ അൺലിമിറ്റഡ് ഒക്കെ തന്നിട്ട് അവര് അത് കട്ട് ചെയ്യുമല്ലോ. അപ്പൊ ഞങ്ങൾ റിസർച്ച് ചെയ്തിരുന്ന സമയത്തൊക്കെ എഫിഷ്യന്റ് ആയിരുന്നു കുറച്ചുകൂടെ ഫ്രീ ടൂൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അതിൽ അഡിക്റ്റ് ആവും. നമുക്ക് ഔട്ട് കിട്ടുമ്പോൾ നമ്മൾ അതിന്റെ ഒരു രസം മനസ്സിലാക്കും. ഇവര് കിബ്ലി ആണെങ്കിലും ഇവരൊക്കെ തന്നെ ലിമിറ്റേഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇത്ര മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയല്ല. ChatGPT പെയ്ഡ് വെർഷനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഗിബ്ലി വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ ChatGPT പെയ്ഡ് എടുക്കാൻ തുടങ്ങി. കാരണം ഇവൻ അറിയാത്ത ആൾക്കാർ ChatGPT ഇതുവരെയും ജസ്റ്റ് നോക്കാത്ത ആൾക്കാർ പോലും ഈ ഒരു ട്രെൻഡ് വന്നപ്പോഴത്തേന് ഇൻസ്റ്റാൾ ചെയ്ത് പോയി. പറഞ്ഞ ഫ്രീ ആയിട്ടുള്ള ഇതില് നമുക്ക് പ്ലാനില് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത്ര ഇമേജ് ജനറേറ്റ് ഒരു 3, 4, 5 എന്നുള്ള രീതിയിലുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാവും ഫ്രീ വേർഷനിൽ. ഫ്രീ വേർഷൻ അത് നമ്മൾ പെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന ടൂളുകളും എടുക്കുന്നത്. ബേസിക് എടുത്താൽ മതി. 1000 rupees ഒക്കെ ഉള്ളൂ ബേസിക് ആയിട്ടുള്ള പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിന്റെ ഫോട്ടോസ് ആണ് കണ്ടത്. അപ്പൊ സെൽഫികൾ, മഹാത്മാഗാന്ധി സെൽഫി, അങ്ങനെ കുറെ ഫോട്ടോസുകളാണ് എയിൽ കൂടെ വന്നു തുടങ്ങിയത്. അപ്പോഴാണ് നമ്മൾ എയുടെ ഇങ്ങനെ ഒരു വശം ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പൊ നിങ്ങൾ കൂടെയാണ് കൂടുതലും വീഡിയോസ് നമ്മൾ കാണാൻ തുടങ്ങിയത്. അപ്പൊ ഫോട്ടോ ടു വീഡിയോസിലേക്ക് വരുമ്പോ ഉള്ളൊരു ട്രാൻസ്ഫർ അതെങ്ങനെയായിരുന്നു? കുറച്ച് ആദ്യം നമ്മളെ വീഡിയോ യൂസ് ചെയ്ത ടൂൾ എന്ന് പറയുന്നത് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത് റൺവേ ആയിരുന്നു. റൺവേയുടെ സ്റ്റാർട്ടിംഗ് മോഡലോട്ടാണ് യൂസ് ചെയ്തത്. അന്നൊക്കെ പറഞ്ഞാൽ നമുക്കിപ്പോ നടക്കുന്ന ഒരു ആളെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ എസ്തെറ്റിക്സും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. അങ്ങനെ പൊട്ടിപ്പോകാറുണ്ട്, ഡിസ്ഫിഗർമെന്റ് വരാൻ ചാൻസ് കൂടുതലാണ്. ഇന്നെന്ന് പറയുന്നത് ടോട്ടലി ഇത് അപ്ഡേറ്റ് ആയി. അതായത് സിനിമാറ്റിക് ലെവലിൽ നമുക്കൊരു സാധനം ചെയ്യാം. അപ്പോൾ അത് നമ്മൾ സ്റ്റോറി ടെല്ലിംഗ്, അതാണ് നമ്മൾ കൊണ്ടുവന്ന കോൺസെപ്റ്റ്. ഏത് സ്റ്റോറി ടെല്ലിംഗ് കൊണ്ടുവരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ആകാംക്ഷയിൽ ചെയ്തതാണ്. അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു. അതിൽ നിന്ന് ഗ്രോ ആയി അഡ്വർടൈസ്മെന്റിലോട്ട് വന്നു. പിന്നെയാണ് മൂവിയിലോട്ടും കാര്യങ്ങളൊക്കെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയത്. കൂടുതൽ ലൈഫ് ഉണ്ടാക്കാന്ന് പറയുന്നത്. കാരണം ഒരു ചലിക്കുന്ന സംഭവത്തിനാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റ്. പക്ഷെ അത് നമ്മള് ഷോർട്ട് ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ മോഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതും നമ്മൾ ചിന്തിക്കും. സോ ടോട്ടാലിറ്റിയിൽ എങ്ങനെ ഉണ്ടായിരിക്കും, ആദ്യം തന്നെ നമ്മളിപ്പോ എന്തായിരിക്കണം ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോകേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് ആൾറെഡി ഒരു ടോട്ടാലിറ്റിയിൽ ഒരു പ്ലാൻ ഉണ്ടാവും. ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പോകുന്ന പോലെ അല്ലെങ്കിൽ ഒരു മൂവി ചെയ്യാൻ പോകുന്നത് പോലെ തന്നെ തോട്ട് പ്രോസസ്സ് വേണം. ആ ഐഡിയ എന്ന് പറയുന്നതാണ് കിങ്. തോട്ട് പ്രോസസ്സിലേക്ക് വരുമ്പോ അപ്പൊ ബേസിലായിട്ടും ടോവിനോ തോമസ് ഒക്കെ പപ്സ് തിന്നണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഭവം വന്നപ്പോ നിങ്ങളത് പപ്സ് തീറ്റിപ്പിച്ചു അവരെ കൊണ്ട്. അപ്പൊ ആ ഒരു അത് ഭയങ്കര വൈറൽ. അത് എല്ലാരും എനിക്ക് തോന്നുന്നു ടോവിനോ ബേസിലൊക്കെ ഷെയർ ചെയ്തൊരു വീഡിയോ ആയിരുന്നു. അങ്ങനെ ഒരു ഐഡിയ എങ്ങനെ തോന്നി? അവര് പപ്സ് തീറ്റിപ്പിക്കാം എന്നുള്ളൊരു ഐഡിയ. തലേ ദിവസം നൈറ്റാണ് ഞാൻ പോസ്റ്റ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഷെയർ ചെയ്ത് തോന്നുന്നു, ഞാൻ കണ്ടു. കമന്റ് ചെയ്തു ടോവിനോയും വന്നാൽ തന്നെ നമ്മളെല്ലാരും പോസ്റ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. പോസ്റ്റിന്റെ അടിയിൽ കമന്റ് ചെയ്തു. ഇത് ഞാൻ നൈറ്റ് കണ്ടു. അതുവരെ ഒന്നും തോന്നിയില്ല. പക്ഷെ ചെറിയ എന്തെങ്കിലും ഒരു ഐഡിയ തോന്നി എന്ത് ചെയ്യണോന്ന്. കാരണം കയ്യിൽ 2 പപ്സ് ഇരിക്കുന്നുണ്ട്. അപ്പോ ഇല്ല താഴെ ഈ ഫോട്ടോ ബാക്കിൽ ഇരിക്കുന്ന കണ്ടു. ഇതില് ഈ ഒരു സാധനം ആഡപ്പ് ചെയ്ത് എങ്ങനെ ഇരിക്കും കഴിച്ചോണ്ടിരിക്കും. ലാലേട്ടനെ മമ്മൂക്കിനെ ഞാൻ വിചാരിക്കുന്നതേ ഇല്ല. അതായത് അവര് രണ്ടുപേരും ഉദ്ദേശിച്ചാണല്ലോ ഇവര് പറഞ്ഞത് മുട്ടകളെന്നുള്ളത്. ഞാൻ കൊടുത്തത് അതാണ് ഏത് ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞത്. നമ്മൾ ആ ടൈമിൽ കൊടുത്തത് ബാക്കി ഇരിക്കുന്ന 2 പേര് കഴിക്കുന്നതാണ് കൊടുത്തത്. പക്ഷെ വന്നപ്പോ അതങ്ങ് കേറി പോയായിരുന്നു. അല്ല അത് മോശമാണല്ലോ 2 പേരും ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാൻ. സീനിയോറിറ്റി നോക്കണല്ലോ. മര്യാദ ഉണ്ട്, നമ്മളത് കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ എന്ന് ഏക്ക് മനസ്സിലായി. അവർക്ക് കൊടുത്തു മുട്ടപ്പപ്സ്. പക്ഷെ അത് നല്ല വൈറലായിട്ടുള്ള ഒരു വീഡിയോ. അതുപോലെ തന്നെ ഈ ഹൾക്ക്
ഇന്നസെന്റ് ഏട്ടൻ. അതെങ്ങനെ ഒരു ആ കോമ്പിനേഷൻ നിങ്ങൾക്ക് എങ്ങനെയാ? അങ്ങനെ ഇതാണല്ലോ ആലോചിക്കുക. അല്ല, ഈ ആ കോണ്ടന്റിന്റെ സ്റ്റാർട്ടിങ് എന്റെ ചെയ്യുന്നല്ല, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. നമുക്കൊരു ഷാൻ എന്ന് പറയും, നമ്മുടെ ടീമിലുള്ളതാണ്, ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ. ഷാൻ അങ്ങനെ ഒരു ടീമിനോട് വോക്കാൻ താല്പര്യമില്ല, എല്ലാത്തിനും നിൽക്കും ഷാൻ. ഗ്രൂപ്പൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട് കമ്മ്യൂണിറ്റിയിലൊന്ന്. ഷാന്റെ ഐഡിയ ആയിരുന്നു പറക്കും തളികയില് ഈ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരിക എന്നുള്ളത്. ഓക്കെ. അപ്പൊ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരുന്ന സമയത്താണ് കല്യാണരാമ കോൺസെപ്റ്റ് ഞാൻ ഷാനും കൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു സാധനം എടുത്താൽ നൈസ് ആയിരിക്കും എന്നുള്ള ഡിസ്കസ് ചെയ്തിട്ട് കുറെ നാളായി. അപ്പൊ നമുക്ക് ഒരു ടൈം നോക്കി നിൽക്കായിരുന്നു, അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം നോക്കി. അങ്ങനെ അപ്പ് ചെയ്തപ്പോ അത് കേറിയായിരുന്നു. ഓക്കെ. അത് ഫണ്ണി എലമെന്റ് ആയിട്ട് ചുമ്മാ ചെയ്തതാ, പക്ഷെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് പിന്നെ ഞാൻ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ ഈ മഞ്ഞ് വീഴുന്നത് നമ്മുടെ കേരളത്തില് ആ ഒരു വെറൈറ്റി തോട്ടായിരുന്നു അത്. അതിന്റെ ഐഡിയ ആരുടെ ആയിരുന്നു? ഇത് ആക്ച്വലി നമ്മുടെ സുഹൃത്തുക്കൾ ഓൾറെഡി കോഴിക്കോട് നമ്മളൊരു കമ്മ്യൂണിറ്റിയിലുള്ളതാണ് ഈ ഒരു കോൺസെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ബേസിക്കലി ട്രിവാൻഡ്രതാ. എന്തുകൊണ്ട് ട്രിവാൻഡ്രത്ത് വന്നൂടാ എന്നുള്ള ഇതിൽ സ്റ്റാർട്ട് ചെയ്ത. അപ്പൊ ട്രിവാൻഡ്രം സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എന്ത് കൊല്ലംകാർ വന്നിട്ട് പറഞ്ഞു നമുക്കും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നമുക്കൊരു പ്രോജക്റ്റ് ഓരോ ദിവസവും ഓരോ ജില്ലക്ക്. അപ്പൊ കാരണം ഇന്നിപ്പോ കൊല്ലം പറയുമ്പോഴത്തേന് ഓഡിയൻസ് പല സ്ഥലത്തുനിന്നുണ്ടല്ലോ. അല്ല, നമ്മള് വൈകുന്നേരം എടുത്ത് നോക്കി ഇപ്പൊ അപ്ലോഡ് ചെയ്ത് ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും നമ്മള് കമന്റ്സ്. അപ്പൊ നോക്കുമ്പോഴത്തേന് എന്താ ബ്രോ കോട്ടയത്തില്ലാത്ത, നാളെ കോട്ടയത്ത്, അങ്ങനെ വെച്ച് അപ്പൊ വിചാരിച്ചു ഇത് നമുക്കൊരു പ്രോജക്റ്റ് ആക്കാം എന്നുള്ള തീരുമാനത്തിൽ വന്നു. അതുപോലെ തന്നെ അടുത്തൊരു വൈറലായിട്ടുള്ള ഒരു സാധനമായിരുന്നു സുരഭി ചേച്ചി മറ്റേ കോഴിക്കുഞ്ഞുങ്ങളെ ഇടിച്ചു കൊല്ലും. അതിനകത്ത് സൈക്കോടെ തീമൊക്കെ ഇട്ടിട്ട് അത് പുള്ളിക്കാര് കണ്ടിരുന്നോ? കമന്റ് ചെയ്തോ? ഓക്കെ ഓക്കെ. അത് ആക്ച്വലി അഖില് കുറെ നാൾക്ക് ശേഷം ആ വീഡിയോ കണ്ടത്. അത് റിലീസ് ആയിട്ട് ആ വീഡിയോ അഖിലിങ്ങനെ കണ്ടു. അപ്പൊ നമുക്ക് ഓൾറെഡി നമ്മള് റെഫറൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അഖില് ബ്രോ ഇത് പിടിച്ചു നോക്കിയാലോ. അപ്പം ഞങ്ങൾ കണ്ടപ്പോഴും വിഷ്വലൈസ് കൊള്ളാം, അതിന്റെ ഒറിജിനൽ സംഭവം കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കുറച്ചുകൂടെ കണക്ക്, കാരണം മറന്നു പോയിട്ടുണ്ടെങ്കിൽ പിടിക്കും പിടിച്ചു നോക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തെ സ്റ്റാർട്ടിങ് വർക്ക് ചെയ്തു. അപ്പൊ ഔട്ട് നമുക്കിങ്ങനെ അയച്ചു തന്നപ്പോ തന്നെ ഓക്കെ ബ്രോ സെറ്റാണ്. അപ്പൊ കുറച്ച് സജഷനും കാര്യങ്ങളും എല്ലാം വന്ന് പക്ഷെ നമുക്ക് കാണുന്നത് ഇന്ന ആംഗിൾ വന്ന കൊള്ളാം എന്നൊക്കെ രീതി വന്നപ്പോഴത്തേന് ഓക്കെ എന്ത് കയറും നമുക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ഇത്രയും ആൾക്കാരിലേക്ക് പോവും, പല രീതിയിൽ ആൾക്കാർ എടുക്കുമെന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല. കാരണം അത് കയറും, ഒരു മിനിമം രീതിയിൽ അതിനുള്ളൊരു റീച്ച് ഉണ്ടാവും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും പോകുന്ന നമ്മൾ വിചാരിച്ചിട്ടില്ല. നമ്മളും അങ്ങനെ അത് അവിടെയാണ് ആൾക്കാർക്കൊരു പ്രേക്ഷകർക്കൊരു ഭയങ്കര ഇതായിരുന്നു. നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയാണല്ലോ ഇത് എങ്ങനെ ഉണ്ടായിരിക്കും. അത് പുള്ളിക്കാരി പറയുമ്പോ നമ്മൾ അത്ര ഇൻട്രസ്റ്റ് കൊണ്ടുപോയിട്ട് ഓൾറെഡി നമ്മൾ കുമാരി മൂവിയുടെ ഒരു കട്ട് പോർഷൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്, വളരെ വേണ്ട. അപ്പൊ അതില് കുമാരിയുടെ ഒരു സീൻ ഉണ്ടല്ലോ ഇരുന്നിട്ട് പറയുന്നത് കാട്ടിൽ ഫോറസ്റ്റിന്റെ അകത്ത് വെച്ചിട്ട്. അപ്പൊ ആ ഒരു സീൻ നമ്മൾ ഒന്ന് റീക്രിയേറ്റ് ചെയ്തു. അപ്പൊ അന്നേ ചേച്ചി മെസ്സേജിലുണ്ടായിരുന്നു. അപ്പൊ അന്നൊരു കോൺടാക്ട്. അപ്പൊ എന്തെങ്കിലും ഒരു എലമെന്റ് നമുക്ക് ചെയ്യണം നോക്കിയപ്പോ ഇത് ഞാൻ അതിന്റെ തലേ ദിവസം തന്നെ റാൻഡായിട്ട് കണ്ടതാ വീഡിയോ. ഞാൻ നിന്ന് അപ്പു നമ്മുടെ ആ സമയത്ത് ജോയിൻ ചെയ്തേ ഉള്ളൂ. അതിന്റെ ഷോർട്ട് ഡിവിഷൻസ് എല്ലാം ചെയ്തിരിക്കുന്നത് ഷോർട്ട് പറഞ്ഞതെല്ലാം അപ്പുവാണ്, ശ്രീത്താണ് പറഞ്ഞത്. അപ്പൊ ശ്രീത്ത് പറഞ്ഞ ഈ ഒരു ഷോർട്ട് അവിടെ സത്യം പറഞ്ഞാൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡ് പറ്റുന്നു. പുള്ളിക്കാരിക്ക് കൊച്ചില് നടന്ന സംഭവം 5 വയസ്സ് കേട്ടത് 5ാം ക്ലാസ്. ചേച്ചിക്ക് 5 വയസ്സേ ഉള്ളൂ. ഞാനത് കൂട്ടി 10 അല്ല പുള്ളിക്കാരി അതുകൊണ്ടാണ് റീച്ച് അതല്ല, ആയത്. അതുകൊണ്ടാണ് 10-11 വയസ്സുള്ള കുട്ടി ചെയ്യുന്ന രണ്ടും എൻഡിൽ ഡിഫറെന്റ് ആണല്ലോ. സുരഭി ചേച്ചി വെറും സ്വീറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാ. അപ്പൊ ഈ സുരഭി ചേച്ചി 5 വയസ്സുള്ളപ്പോ നടന്ന കാര്യമാണ്. അപ്പൊ അത് നമ്മൾ എടുത്തപ്പോ എന്താ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒരു കുട്ടിയായി. അപ്പൊ അങ്ങനെ അതിൽ അഖില് 5 വയസ്സ് തന്നെ കേട്ടെ. അതുകൊണ്ട് അപ്പൂന്റെ അടുത്ത് ശ്രീത്ത് എടോ നമുക്കിത് ചെയ്യാടോ ഒന്ന് നോക്കുന്നു പറഞ്ഞപ്പോ അപ്പം പുള്ളിയുടെ 5ാം ക്ലാസ് ഇപ്പൊ ശരിയാക്കി തരാം. 5ാം ക്ലാസ് കൊടുത്തു. അതാണ് ഈ യൂണിഫോമും റിബണും ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഒരു കോൺസെപ്റ്റ് അങ്ങനെ നമ്മൾ ചിന്തിച്ചു പോയതാണ്. പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി. അതുപോലെ തന്നെ പിന്നെ ഈ ആർട്ടിസ്റ്റുകള് ചൈൽഡ്ഹുഡ്, അപ്പൊ അതില് ചൈൽഡ്ഹുഡിൽ തന്നെ അതിന്റെ ഒരു എക്സ്ട്രീം വേർഷൻ വരുന്നുണ്ട്. അതിന്റെ ഈ കൈയുടെ വിരലിലൊക്കെ എടുത്ത് പിടിക്കുന്ന രീതിയിലോട്ട്. അപ്പൊ അങ്ങനെ ഒരു തോട്ടിലേക്ക് അത് ആക്ച്വലി സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഗോഡിനെ വെച്ചിട്ട് ഇപ്പൊ കൃഷ്ണ അങ്ങനെയൊക്കെയുള്ള രീതി വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ട്രെയിൻ ആയിട്ട് എന്റെ കയ്യിലുണ്ട് ഓൾറെഡി. ഈ മൂവിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വർക്ക് എടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ ആ ഒരു കോൺസെപ്റ്റില് കൈയുടെ അകത്ത് ഇരുന്ന എങ്ങനെ ഇരിക്കും എന്നുള്ള ആ സമയത്ത് നമ്മൾ ആക്ടേഴ്സിലെ കുറെ സ്പെസിഫിക് ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ പല രീതിയിലുള്ള എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടു. പക്ഷെ ഈ കയ്യിലിരിക്കുന്നതിൽ ഏറ്റവും ക്യൂട്ടസ്റ്റ് വേർഷൻ ഏതാണെന്ന് വെച്ചാൽ ഞാൻ ഇന്നസെന്റ് ചിരിയൊക്കെ അത് പെർഫെക്റ്റ്ലി അത് ബ്ലെൻഡ് ആയി വന്നു ആ ഒരു ആ സമയത്ത്. ഇന്നസെന്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരെ കൂടെ അഡപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവം എല്ലാം കാണുന്നതിന് പുറത്ത് വേറൊരു വെറൈറ്റി സാധനം ചെയ്യണം എന്നുള്ള ചെയ്തത്. ഫസ്റ്റ് വൈറലാവുന്നത് മറ്റേ സ്കൂളിൽ ഉള്ളതാന്ന് തോന്നുന്നു അല്ലേ? ഏതാണ് സ്കൂളിൽ ഇരുത്തിയതാണ് ഫസ്റ്റ് നമുക്ക്. അതാണ് എല്ലാവരും
കൂടുതൽ കണ്ടത് ഇങ്ങനെ ഒരു ഇതിൽ വന്ന എങ്ങനെ ഉണ്ടാവും അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാല് വലിയ ആൾക്കാര് ഓക്കെ അവരുടെ സ്കൂള് അപ്പൊ നമ്മുടെ മൈൻഡിൽ വെച്ചാൽ എനിക്ക് പിന്നെ അതിനും കുഞ്ഞാണ് നമ്മളെപ്പോഴും ചെയ്യുമ്പോ ഇതിന് കുഞ്ഞ് പോകണ്ടെന്ന് പോകുന്നില്ല. എപ്പോഴും ചെയ്യുമ്പോ നോക്കുന്നത് ഈ കാണുന്നവർക്ക് അത് ഹാർട്ടാവാത്ത രീതിയിലുള്ള ഒരു സാധനമായിരിക്കണം, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മള് കുറച്ച് ഇമോഷൻസിലേക്കും പോകുന്നുണ്ട്. ഞാൻ ആ ഒരു കുട്ടിയുടെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുമ്പോൾ അവർ അച്ഛൻ വരണ സാധനം അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് കുറച്ച് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സാധനമാണ്. ഒരാൾ ഇല്ലാണ്ടിരിക്കുമ്പോൾ ആളുടെ പ്രസൻസ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് അതിലൊക്കെ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അവരുടെയൊക്കെ ഒരു റെസ്പോൺസ്. അത് ഈ എയ്ഡ് ഒരു പോസിറ്റീവ് വശമുണ്ട്. അതായത് ഇപ്പൊ മരിച്ചുപോയ ആ പുള്ളിക്കാരുടെ 14 വർഷം അങ്ങനെ എന്തോ മരിച്ച ഒരു 25 വർഷം സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്ത 25 കുഞ്ഞിലായിരുന്നു. അപ്പോ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഈ ഒരു ഫോട്ടോ അയച്ചത്. ഫോട്ടോയ്ക്ക് വളരെ മോശമാണ്. നമുക്ക് അതിൽ അത്യാവശ്യം നമുക്ക് ക്വാളിറ്റിയിൽ അപ്സ്കെയിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഫോട്ടോസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റാളിപ്പോ ഉണ്ടല്ലോ, അപ്പൊ അയാളെ വെച്ചിട്ട് നമുക്ക് ഈസിലി വർക്ക്ഔട്ട് ചെയ്യും. ചെറിയ ഡിസിമിലാരിറ്റീസും കാര്യങ്ങളും വരും, എന്നാലും കാണുന്നവർക്ക് അത് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും. ഇത്ര നാള് വിട്ട് പിരിഞ്ഞ ആളെ തിരിച്ച് കാണുക. അത് നമ്മൾ ചെയ്തപ്പോ ഫോട്ടോ ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അപ്പോഴും അവരുടെ ആ ഒരു അത് പോസിബിൾ ആവുകയാണെങ്കിൽ അവരുടെ ആ ഒരു മൂവ്മെന്റ് ഭയങ്കര രസമായിരിക്കും എന്നുള്ളൊരു. പക്ഷെ അവര് നമ്മളെ അത്രയും ട്രസ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റൂല. അപ്പൊ നമ്മൾ ചലഞ്ച് നൈറ്റ് മുത്തിരുന്നത്. കാരണം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം, നാളെയാണ് ബർത്ത്ഡേ, എന്തായാലും കുഴപ്പമില്ല, നമുക്ക് അത് സാധനം വേണം. അങ്ങനെ നൈറ്റ് മൊത്തം ഇരിക്കായിരുന്നു. നൈറ്റ് ഇരുന്നു. അതിൽ കുറെ ഔട്ട് ഡിഫിക്കൽട്ട് പോർഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അതിന് കറക്റ്റ് അത് കിട്ടി. അതായത് നമുക്ക് തരുന്ന ഫോട്ടോസിന്റെ ഔട്ട് ക്ലിയർ അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ അറിയില്ലല്ലോ. അച്ഛനെന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈം കാണുന്നതാ. അപ്പൊ ഫോട്ടോ വരുമ്പോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫോട്ടോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് അതിൽ വോക്കൽ വരുന്നില്ല, അതായത് വോക്കൽ പ്ലാൻ ചെയ്തിട്ടില്ല. രണ്ടാമത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ പറഞ്ഞ് പോസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ പെർമിഷൻ എടുത്തതിന് ശേഷം അതിൽ വോക്കൽ രണ്ടാമത് കോണ്ടന്റ് ക്രിയേഷൻ ചെയ്തിട്ട് ചെയ്തത്. നമ്മളുടെ അണ്ടറിൽ ഒരുപാട് പ്രോജക്ട്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്റെ ഡ്രൈവ് കംപ്ലീറ്റ്ലി എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു 10 എങ്ങനെയുള്ള 250 മേലെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ്ലി ഉണ്ടാവും. നമ്മൾ ചെയ്തതിലും കൂടുതൽ സ്ക്രിപ്റ്റ് ചെയ്യാനിട്ടുണ്ട് ഫ്യൂച്ചർ പ്ലാൻ ആയിട്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേനും അകലെ കാണത്തില്ല, നോക്കുമ്പോഴത്തേനും 5 മണിയാകുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എന്തോ ബ്രോ അങ്ങോട്ട് സെറ്റ് ആണ്. അല്ല അത് ഡോപ്പമൈൻ റഷാ. രോഷാകുലനായിട്ട് സംസാരിക്കേണ്ടി വരുമ്പോ അങ്ങനെ സംസാരിക്കാൻ ബേസിക്